കിട്ടി. പിന്നില്ല അങ്കിളെ, എന്റെ അച്ഛൻ ഞാൻ പഠിക്കുമ്പോഴൊക്കെ എന്റെ അടുത്ത് ഒന്ന് പറയും, പാറ് നന്നേ പഠിച്ച്. എനിക്കൊക്കെ 90 മാർക്ക് കിട്ടിയിരിക്കണ. നിനക്ക് അന്മാരി കിട്ടണമെങ്കിൽ നീ നന്നായി പഠിച്ചോ. ഇത് കേട്ട് മടുത്തു. അങ്ങനെ ഞാൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ചു, അമ്മേ അച്ഛൻ പറയുന്നത് ശരിയാണോ? അച്ഛൻ 90 മാർക്കാണ് കിട്ടിയിരിക്കണെന്ന്. അപ്പം പറഞ്ഞു, ആ 90 മാർക്കൊക്കെ തന്നെ മേശയിലുണ്ട് സർട്ടിഫിക്കറ്റ്, എടുത്ത് നോക്കെന്ന്. എടുത്ത് നോക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. 90 മാർക്കൊക്കെ തന്നെ, പക്ഷെ ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും കൂടി ടോട്ടലാണ് അച്ഛൻ 90 മാർക്ക് കിട്ടുന്നത്. എന്താ പിന്നെ പറയാ അങ്കിളെ? പിന്നെ അങ്കിളെ, ഞങ്ങൾ ഇങ്ങോട്ട് ബസ്സിലായിരുന്നു വന്നത്. ബാക്കിൽ കണ്ടക്ടർ പൈസ മേടിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ അമ്മക്ക് പെട്ടെന്ന് എന്നോട് സ്നേഹം. അമ്മനെ വേഗം എടുത്ത് അമ്മനെ മളിയിരുത്തി. കണ്ടക്ടർ വന്ന് ചോദിച്ചു, മോൾക്ക് 5 വയസ്സ് ടിക്കറ്റ് എടുക്കണമെന്ന്. അച്ഛനും അമ്മയും ഒരേ സർട്ടി പറഞ്ഞു, മോൾക്ക് 5 വയസ്സായിട്ടില്ല, മോൾക്ക് 5 വയസ്സായില്ലാന്ന്. കണ്ടക്ടർ പോയോണ്ട് അമ്മനെ വേഗം എടുത്ത് സീറ്റിലിരുത്തി. അപ്പോഴാണ് എന്റെ അമ്മയുടെ സ്നേഹം മനസ്സിലായത്. എന്തെനിക്ക് ബസ്സിൽ കയറുമ്പോ മാത്രം എനിക്ക് 5 വയസ്സാവാത്തത്? എനിക്ക് ഒരു പൊടിയുമില്ല. പണ്ടത്തെ കുട്ടികളൊക്കെ വായില് വിരലിടുന്നത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇപ്പത്തെ ഏതെങ്കിലും ഒരു കുട്ടി വായില് വിരലിടുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ട? ഇല്ല. കാരണം എന്താണ്? സദാസമയം വേണ്ടിയില്ലേ? കരഞ്ഞാലും കളിക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും അവർക്ക് വായിക്കാൻ ടൈമില്ല, സമയമില്ല. സദാസമയം മൊബൈലല്ല ഒരു കുട്ടിക്കും ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ വണ്ടിയാണെങ്കിൽ EMI തെറ്റിച്ചാ അവര് വണ്ടി എടുത്തോണ്ട് പോവും. ഫോണാണെങ്കിൽ EMI തെറ്റിച്ചാ അവര് ഫോൺ എടുത്തോണ്ട് പോവും. പ്രസവത്തിന് EMI തെറ്റിച്ചാ അവരെന്തെടുത്തോണ്ട് എടുത്തോണ്ടോ? എനിക്കറിയാത്തോണ്ട് ചോദിച്ചതാണേ. പിന്നെ അങ്കിളെ, ഞങ്ങളുടെ പാലക്കാട് നാട്ടിലൊക്കെ എല്ലാ അമ്മമാരും പുറത്ത് പണിക്കുള്ള ആൾക്കാരാണ്. ഇപ്പൊ അവർക്കൊന്നും പണിയില്ല. എല്ലായിടത്തും വീട്ടിലിരുന്നിട്ട് മരുമക്കളെയും പോര് കാട്ടിക്കൊണ്ടിരിക്കാണ്. എന്താ കാരണം? ഹിന്ദിക്കാരല്ലേ. മെതിക്കാൻ ഹിന്ദിക്കാര്, കള പറിക്കാൻ ഹിന്ദിക്കാര്, ചെടി വെക്കാൻ ഹിന്ദിക്കാര്, എല്ലാത്തിനും ഇപ്പൊ ഹിന്ദിക്കാനെ പണിക്കെടുക്കണത്. മരുമക്കള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ ഇവിടുന്ന് ഹിന്ദിക്കാൻ എങ്ങനെയെങ്കിലും നാടെടുത്തണേ പറഞ്ഞിട്ട്. പിന്നെ അങ്കിളെ, ഞാൻ പൊങ്ങച്ചൻ പറയണ വിചാരിക്കണ്ട കേട്ടോ. എല്ലാരും എൻ്റെ അടുത്ത് പറയണത് കുഞ്ഞു മഞ്ജുവാരാണെന്ന്. ശരിയാണോ? നിങ്ങൾ എല്ലാരും എൻ്റെ അടുത്ത് പറയണേ. താങ്ക് യു. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ.